ഈ നമ്മുടെ വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന സമീപനങ്ങളെപ്പറ്റി വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായം, ഇത് ശരിയല്ല എന്നുള്ള അഭിപ്രായം എല്ലാവരും ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ആ പ്രശ്നം വന്നു. പാർലമെൻറ്റിന് പുറത്ത് കേരളത്തിലെ എംപിമാർ, BJPയുടെ MP ഒഴിച്ച് ബാക്കി എല്ലാ എംപിമാരും പ്രതിഷേധത്തിൽ ചേർന്നു. ഇതിനകത്ത് ഏറ്റവും ഒടുവിൽ വന്നേക്കുന്നത് വാസ്തവത്തിൽ കേരളത്തിന് സഹായം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളെ അപഹസിക്കുന്ന തരത്തിലേക്ക്, കളിയാക്കുന്ന തരത്തിലേക്ക് ഉള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് പറയേണ്ടി വരും. കാരണം നൽകാനുള്ള പണം നേരത്തെ പറഞ്ഞു, ഇപ്പം നിങ്ങളുടെ ഓപ്പണിംഗ് അക്കൗണ്ടിൽ ബാലൻസിലുള്ള തുകയുടെ പകുതി ഞങ്ങൾ തരാം എന്ന് പറഞ്ഞു. എന്നിട്ട് 3 ദിവസം മുമ്പ് ജിയോ ഇറക്കിയതിനകത്ത് ആ അക്കൗണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, ഒരു പണവും പുതുതായി തരില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ കാര്യങ്ങൾ കുറച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ കരുതുന്നത് 600 ചില്ലാനം കോടി രൂപ ഈ വർഷത്തെ തുക കൂടി ഫിനാൻസ് കമ്മീഷൻ്റെ അവാർഡ് കൂടി വരുമ്പോൾ 600 ചില്ലാനം കോടി രൂപയാണ് കേരളത്തിൻ്റെ അക്കൗണ്ടിൽ വരുന്നത്. അതിനകത്ത് ഏകദേശം അത്രയും തുക തന്നെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. സാധാരണ ഈ SDRFൽ നിന്ന് ഫ്ലഡിൻ്റേതായ പലതരത്തിലുള്ള ചെലവുകൾ, അതിന് നാശനഷ്ടങ്ങൾ, കൃഷിനാശം, വീടുകളുടെ നാശം, റോഡുകളുടെ നാശം, അതിനൊക്കെ പണം നേരത്തെ അനുവദിച്ച് കോൺട്രാക്റ്റൊക്കെ കൊടുത്തിട്ടുള്ളതിന് പണി തീർന്ന് പണം കൊടുക്കേണ്ടി വരുമ്പം ഈ തുക തന്നെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് വാസ്തവത്തിൽ പണമൊന്നുമില്ല, അത് കൊടുക്കേണ്ടി വരും. അപ്പം അതിനകത്ത് നിങ്ങളുടെ ഓപ്പണിംഗ് ബാലൻസിലുണ്ടല്ലോ, അതിൻ്റെ പകുതി നിങ്ങൾക്ക് 150 കോടിയിലധികം തരാം. പക്ഷേ ആ സർക്കുലറിൽ തന്നെ പറയുന്നു അതിനകത്ത് ഫിസിക്കലായിട്ടുള്ള ട്രാൻസ്ഫർ ഉണ്ടാവില്ല. ഇത് അങ്ങേയറ്റം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. ഇതുമാതിരി കണ്ണിൽ പൊടിയിടുന്നതെന്നുള്ള വാക്കൊന്നും പറയുന്നത് ശരിയല്ല. അങ്ങനൊരു സമീപനം എടുത്തതിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഈ എയർഫോഴ്സിൻ്റെ പേരിൽ പുതിയ കണക്കുമായി വന്നിരിക്കുന്നത്. വാസ്തവത്തിൽ അത് മുറിവിനകത്ത്, നല്ല മുറിവിനകത്ത് കുറച്ചുകൂടി ഒരു മുളക് പുരട്ടുന്ന തരത്തിലാണ് കേന്ദ്രത്തിൻ്റെ സമീപനം. അതാണ് അതിനകത്തെ പ്രശ്നം. ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായി. കേരളത്തിലെ ജനങ്ങളാണ്, കേരളത്തിൽ ഭരിക്കുന്ന കക്ഷി ഇടതുപക്ഷമാണ്, ഭരണമുന്നണി. പ്രതിപക്ഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UDF ആണ്. അപ്പോൾ ഇതിൽ രണ്ടിലും തങ്ങൾക്ക് റോളില്ല എന്നുള്ള ഒരു പ്രതിഷേധം BJPക്ക് ഉണ്ടാവാം. കാരണം BJP അത്രയും ഒരു പ്രോമിനൻ്റായ ശക്തിയായിട്ട് നിൽക്കുന്നില്ല. പക്ഷേ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളോടെ, അത് BJPയുടെ വോട്ടർമാരുൾപ്പെടെയുള്ള ജനങ്ങളുണ്ടല്ലോ കേരളത്തിൽ, എല്ലാ പാർട്ടിയിലും ഉള്ളവരുണ്ട്. പാർട്ടിയുടെ പ്രശ്നമല്ല, കേരളത്തിന് കിട്ടേണ്ട പണം, കേരളത്തിന് അർഹമായ കേരളത്തിന് വലിയ ദുഃഖമുണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ അതിനെ പിന്തുണയ്ക്കേണ്ട ഒരു സമീപനം ഉണ്ടാവുന്നില്ല. എന്നിട്ട് അതിന് ന്യായീകരിക്കുന്ന കണക്കുകൾ മുൻ കേന്ദ്രമന്ത്രി പറയുന്നു, അതിൻ്റെ വിവാദങ്ങൾ വരുന്നു. അതുപോട്ടെ, നല്ലൊരു നടനായതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രി അവിടെ ഇരുന്നിട്ട് ആംഗ്യം കാണിച്ചിട്ട് മറ്റ് സംസ്ഥാനങ്ങളുടെ മുമ്പിൽ എന്താ, ഇന്നലെ ശ്രീ സുരേഷ് ഗോപിയുടെ നടന വൈഭവം നമ്മൾ കണ്ടല്ലോ. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു MP അവിടെ സംസാരിക്കുകയാണ്, തമിഴ്നാടിന് കാര്യങ്ങൾ കിട്ടുന്നില്ല, കേരളത്തിന് കാര്യങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ വളരെ മോശമായ തരത്തിൽ അതിനെ കാണും. ഇതൊക്കെ എന്താ, അങ്ങനെ ഒരു ആംഗ്യം കാണിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഒരു കേരളത്തിൻ്റെ ഒരു പൊതുവായ താല്പര്യം. നിങ്ങളും വ്യത്യസ്തമായ വലിയ ശക്തമായ വിമർശനമൊക്കെ ഉന്നയിക്കുന്നവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. പക്ഷേ കേരളത്തിൻ്റെ പൊതുവായ താല്പര്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ സമീപനം മാധ്യമങ്ങൾ സ്വീകരിക്കത്തില്ല. വിമർശനങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ അവിടുത്തെ ജനങ്ങൾ, നമ്മുടെ കേരളത്തിൻ്റെ ഓരോ ഭാഗത്തും ഉണ്ടാകുന്ന നാശനഷ്ടം, അതിനോട് വളരെ രക്ഷകർത്താതുല്യമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം, ആവശ്യമായ സഹായം ചെയ്യണം എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അങ്ങനൊരു സമീപനം അല്ല എടുക്കുന്നത്. എന്ത് രാഷ്ട്രീയമാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്ക് മനസ്സിലാവുന്നതേ ഇല്ല. കേരളത്തിൻ്റെ ധനസ്ഥിതി ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രശ്നം ഇതിൽ വരുന്നില്ല. കാരണം ധനസ്ഥിതി ബോധ്യപ്പെടുത്തുന്നതും അടുത്ത 5 വർഷക്കാലത്തേക്കുള്ള കേരളത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ചാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ദിവസം ധനകാര്യ കമ്മീഷൻ, 16ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലുണ്ടായിരുന്നു. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളുമായിട്ടും അവർ ചർച്ച നടത്തി. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മെമ്മോറാണ്ടം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും അതിന് പ്രത്യേകമായിട്ടുള്ള ഈ അവതരണവും മെമ്മോറാണ്ടം കൊടുത്തു. വളരെ നന്നായിട്ട് മെമ്മോറാണ്ടം തയ്യാറാക്കിയെന്ന് തന്നെയാണ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഏറ്റവും ന്യായമായ കാര്യങ്ങളെല്ലാം അത് ഉന്നയിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ കൂടി ഡീറ്റെയിൽസ് വീണ്ടും കൊടുക്കും. കാരണം പല മേഖലയിലെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതിനകത്ത് അവർക്ക് വേണ്ട ഇൻപുട്ടെല്ലാം കൊടുക്കാം. പക്ഷേ അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ആ മെമ്മോറാണ്ടത്തിനകത്തെ കണ്ടൻറ്റുകളും വ്യത്യസ്തമായി കേരളം പറഞ്ഞതിനെ പറ്റിയെല്ലാം ചെയർമാൻ തന്നെ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഇത് ഇനി വരാൻ പോകുന്ന 5 വർഷക്കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ 2026 ഏപ്രിൽ മുതൽ വരുന്നതാണ് ഈ പുതിയ ധനകാര്യ കമ്മീഷൻ. ഈ വർഷം കഴിഞ്ഞ് അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭാവിയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ധനകാര്യ കമ്മീഷൻ്റെ നിർദ്ദേശം നമ്മൾ കൊടുത്തു.